ഹായ്, വെൽക്കം ടു ഓൾ. എൻ്റെ ഒരു പുതിയ ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ടാരോട്ടിന്റെ അത്ഭുത ലോകത്തിലോട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ടാരോട്ട് എന്താണ് എന്നുള്ളത് കാണിച്ചു തരികയാണ്. നിങ്ങളുടെ എന്ത് ആവശ്യത്തിനും ടാരോട്ട് റീഡിംഗ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ടാരോട്ട് റീഡിങ്ങിലൂടെ ഉത്തരം കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രിൻസസ് ഓഫ് സോഡ് വന്നിട്ടുണ്ട്, 9 ഓഫ് സോഡ് വന്നിട്ടുണ്ട്, ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 3 കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സോഡ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് കാർഡ് അതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിട്ട് നല്ല രീതിയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളോട് വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ഗിഫ്റ്റ് എല്ലാം തരുന്ന ഒരാളായിരുന്നു. നിങ്ങൾ മനസ്സിൽ എന്ത് ആഗ്രഹിക്കുന്നോ അതുപോലത്തെ ഗിഫ്റ്റ് തന്നെയായിരുന്നു നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ സെക്കൻഡ് കാർഡായിട്ട് വന്നിരിക്കുന്നത് 9 ഓഫ് സോഡാണ്. ഈ ബന്ധത്തിൽ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബന്ധത്തിന്റെ വേറൊരു വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമവും സങ്കടവും ഉറക്കമില്ലായ്മയും ഡിപ്രഷനും എല്ലാം തന്നിട്ടുള്ളൊരു ബന്ധമായിട്ട് തന്നെയാണ് ഇതിനെ പറയേണ്ടത്. തേർഡ് കാർഡ് വന്നിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ കാർഡാണ്. ഡബിൾ കാർഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭൗതികമായിട്ടുള്ള എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടോ മാനസികമായിട്ടുള്ള ആവശ്യത്തിന് നിങ്ങളെ ഉപയോഗിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം അവിടെ ഡബിളാണ് കാർഡ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉപയോഗം അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണോ അത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രയാസങ്ങളും വിഷമങ്ങളും വന്നു ചേർന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു ആഗ്രഹമാണ് പുള്ളിയിൽ കാണിക്കുന്നത്. ഹീറോഫാന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുള്ളി നിങ്ങളിൽ നിന്നും അകന്നെയെങ്കിലും തിരിച്ചു വരാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഒരു ദൈവികമായിട്ടുള്ള സാധ്യത തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങളെ ആദ്യം എന്ത് ഉപയോഗിച്ചോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്നേഹത്തോടെയും ഇറോഫാന്റ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഹെർമിറ്റ് എന്നുള്ളൊരു കാർഡാണ്. വീണ്ടും നമുക്കൊരു പ്രകാശം നമ്മുടെ ആ ഒരു ബന്ധത്തിലോട്ട് വരുന്നതായിട്ട് തന്നെയാണ് പറയേണ്ടത്. നമുക്കൊരു സന്തോഷകരമായിട്ടുള്ള ഒരു റീയൂണിയനുള്ള അവസ്ഥ കാണുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ എൻ്റെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു.